ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് റെസിപ്പികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അധികമൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ നല്ല കഷ്ണം എടുക്കണം കേട്ടോ. ബീഫിൻ്റെ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്യണം. അപ്പോൾ ബീഫിൻ്റെ ആ ഒരു എല്ലിൻ്റെ ഭാഗങ്ങൾ അതുപോലെ ചീത്തായിട്ടുള്ള കഷ്ണങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. 1.5 കിലോ ബീഫ് ഉണ്ട്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 വേവാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഞാനിവിടെ ഈ ഒരു സമയത്ത് തന്നെ പായസം കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പി കാണിക്കണില്ല, നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള കാരണം തന്നെ. ചെറുപയർ പരിപ്പാണ്, അത് ശർക്കരയും നെയ്യൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബീഫിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ ആ വെള്ളം നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി ബീഫ് നന്നായിട്ട് ചൂടാറിയിട്ട് നമ്മളിതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഒരുപാട് വേവിക്കരുത്, അപ്പോൾ നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഇതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി അതുപോലെ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കണില്ല, സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്കൊരു കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച ബീഫിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഗരം മസാലയിൽ കുരുമുളക് ഉള്ളത് കാരണം തന്നെ എക്സ്ട്രാ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നെയ്യും ഓയിലും കുറച്ച് മിക്സ് ചെയ്തിട്ട് ഉള്ളി, അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 കപ്പ് അരിയിലാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നിങ്ങൾ അരിയുടെ അളവ് കുറക്കുമ്പോൾ ഉള്ളിയുടെ അളവൊക്കെ കുറച്ചിട്ടെടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും മഞ്ഞളുടെ ആവശ്യമില്ല. റൈസിന് നല്ല മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ വളരെ കുറച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളിയൊന്നും നമുക്ക് ഒരുപാട് ആവശ്യമില്ല. നമ്മൾ ഇറച്ചിയൊന്നും ചേർക്കാത്ത കാരണം തന്നെ മസാല ഒരുപാട് നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ബിരിയാണി മസാല എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളൊക്കെ വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, തീ കുറച്ച് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ ഒഴിവാക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ റൈസിനുണ്ടാവും, പക്ഷേ പീസൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അതുപോലെ മല്ലിയില പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇറച്ചിയൊന്നും ഇല്ലാത്ത ബിരിയാണി ആയത് കാരണം തന്നെ നമ്മളിതിൽ മല്ലിയില പുതിനയൊന്നും ഒരുപാട് ചേരൂല. അതുകൊണ്ട് തന്നെ മല്ലിയിലയുടെ പകുതി പുതിന എടുത്താൽ മതി. അപ്പോൾ വളരെ കുറച്ച് ഒരു പിടിയൊക്കെ അത്രയും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ ഒരു സ്റ്റോക്ക് ചേർത്ത കാരണം തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മസാലക്ക് കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്ക് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ജീരകശാല റൈസിൽ ചെയ്യാം, അല്ലെങ്കിൽ ബസ്മതിയിൽ ചെയ്യാം. ഇത് നെയ്ച്ചോറാക്കിയിട്ട് വെച്ചിട്ടും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ.
ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയുടെ ആ ഒരു ഇത് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാധാരണ നമ്മൾ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ ലെയർ ചെയ്യുക. ബീഫിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു റൈസിനും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ റൈസും തന്നെ ബലമൊന്നും വെക്കാണ്ട് നല്ല മയത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ വേണമെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് ഒഴിച്ചിട്ട് നല്ലോണം അടച്ചിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബീഫും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതി എണ്ണയിൽ കിടക്കാൻ. ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ബീഫ് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്ത് കോരുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു ബീഫിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ചില്ലിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബീഫിൻ്റെ ഫ്ലേവർ തന്നെ നമുക്ക് ബിരിയാണി റൈസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ബീഫ് സൈഡ് ഡിഷും ഒരു മെയിൻ ഡിഷും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല. നമ്മൾ മധുരത്തിന് പായസം മാത്രമേ വെച്ചിട്ടുള്ളൂ, പുഡിങ്ങോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആർഭാടങ്ങളൊക്കെ വളരെ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.